ഈ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനായിട്ടാണ് ഇന്ന് അമിത്ഷാ വരുന്നത്. നമ്മൾ 2 ദിവസം മുന്നേ അത് നമ്മൾ ചെറിയ വാർത്തയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയതാണ്. SFI പിള്ളേരെ പോലീസ് തടയുന്ന കേസൊക്കെ. അപ്പോൾ ഇങ്ങനെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിനായി അമിത്ഷാ എത്തുമ്പോഴേ ചില രഹസ്യ പദ്ധതികൾ കൂടെ അദ്ദേഹത്തിന്റെ മൈൻഡിലുണ്ട്. അപ്പോൾ അമിത്ഷാ എന്ന് പറഞ്ഞാൽ ഒരു ഷാർപ്പായിട്ട് കണ്ണിങ് ആയിട്ടുള്ള ഒരു ചാണക്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു രഹസ്യ പദ്ധതികൾ എന്തൊക്കെയായിരിക്കും? ബി ജെ പിയിലെ ചില ക്ലോസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് അറിയാൻ കഴിയും? തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അങ്ങനെയാണല്ലോ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. പക്ഷേ SFI പിള്ളേർ വരട്ടാനൊന്നും അല്ല പുള്ളി വരുന്നത്. അദ്ദേഹത്തിന് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ ചില സംഖ്യകളൊക്കെ പറഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ ഒരു ചുമ്മാ അവര് തന്നെ സ്വയം കേരളത്തിലെ സംഖ്യകളുണ്ടല്ലോ അവര് പറയുന്നത്. അതിന് അമിത്ഷാ ഇനി വരില്ല, ജസ്റ്റ് 2 പേരെ അയച്ചാൽ മതിയില്ല ഇങ്ങോട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് കേന്ദ്രസേന അയച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരനെ കഴിഞ്ഞ ദിവസമല്ല കഴിഞ്ഞ ആഴ്ചയല്ലേ, അപ്പോൾ അദ്ദേഹം സംസ്ഥാന BJPയുടെ പ്രസിഡന്റായിട്ട് വരുന്നത് തന്നെ അദ്ദേഹത്തിനെ നിയമിച്ചത് തന്നെ നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് BJPയെ കേരള KJPയെ അടിമുടി തമ്മിലടിച്ച് തലകീറി കിടന്നവന്മാരാ. അത് ഒരിക്കലും നന്നാവില്ല. തല്ലണ്ട അമ്മാവൻ നന്നാവില്ല. അതെ. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി 10 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന അമിത്ഷായെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. നാളെ രാവിലെ 11-നാണ് ഓഫീസ് ഉദ്ഘാടനം. തുടർന്ന് 11:30 പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന വാർഡ് തല നേതൃസംഗമം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. ഇതാണ് ഐറ്റിനറി, ഒരു പൊതുചടങ്ങിന്റെ ഒരു സമ്മറി. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ 5000 വാർഡ് സമിതികളിലെ 25,000 പേരാണ് സംഗമത്തിനെത്തുന്നത്. ഓൺലൈൻ അല്ലേ? ഇല്ല, പുത്തരിക്കണ്ടത്ത് വരുന്നുണ്ട്. അതെ. മീറ്റിംഗ് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. ഈ പറയുന്ന പുത്തരിക്കണ്ടത്തുള്ള പരിപാടി. അതെ, പരിപാടി. മറ്റ് ജില്ലകളിലെ 5 അംഗ വാർഡ് സമിതികളിലുള്ളവരും പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളും വെർച്വലായി സമ്മേളനത്തിൽ പങ്കെടുക്കും. അതാണ് ഈ പറയുന്ന ഓൺലൈൻ. ഈ 25,000 പേര് അവിടെ ഫിസിക്കലി പ്രസന്റ് ആവുന്നുണ്ട്. പിന്നെ 1.5 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന സമ്മേളനം. അതായത് വാർഡ് തല നേതൃസംഗമത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടം പാർട്ടി ആരംഭിക്കുകയാണ്. അതായത് 1.5 ലക്ഷം ആളുകൾ എന്ന് പറയുമ്പോൾ അതെ, ഓൺലൈനും ഇതും കൂടെ ചേർത്ത 1.5 ലക്ഷം. അതെ, വ്യക്തമായ കണക്കൂട്ടലിലൂടെ ആണ് NDAയുടെ പ്രവർത്തനങ്ങൾ. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഏകോപിപ്പിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെയാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും പിണറായി വിജയനുമായി സന്ധി ചെയ്യുന്ന BJP നേതൃത്വമാണ് എന്ന ഒരു പരാതി സ്ഥിരം കേട്ടുകൊണ്ടിരുന്ന സമരരംഗത്ത് BJP സജീവമായി ഇടപെടാത്തതിനെ പലരും വിമർശിച്ചിരുന്നു. എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ, ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമര പരിപാടികൾക്കാണ് ഇപ്പോൾ കേരളത്തിൽ രൂപം നൽകിയിരിക്കുന്നത്. സമരസമിതി കൺവീനറായി ശോഭാ സുരേന്ദ്രനെ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ഇനി പ്രതിഷേധങ്ങൾക്കോ സമരങ്ങൾക്കോ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നു. VD സതീശനൊക്കെ എന്ത് തരത്തിലുള്ള തോൽവിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവാണെന്നൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങളും ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാനുള്ള യോഗ്യത പോലുമില്ല, പിന്നെയല്ലേ മുഖ്യമന്ത്രി. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഏറ്റവും നിർണായക ഘട്ടത്തിലൂടെയാണ് കേരള രാഷ്ട്രീയം കടന്നു പോകുന്നത്. കേരള രാഷ്ട്രീയം തന്നെ ശശി തരൂർ എന്ന നേതാവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. നമ്മളത് എപ്പോഴും കറങ്ങിത്തിരിഞ്ഞ് അദ്ദേഹത്തിലോട്ട് വരും എവിടെ പോയാലും. കാരണം അമിത്ഷാ കേരളത്തിൽ എത്തുന്നത് വെറുതെ ആവില്ല എന്ന സൂചനകൾ ഇപ്പോൾ ശക്തമാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ ചില നീക്കങ്ങൾ. 2 മാസങ്ങൾക്ക് മുമ്പ് ശശി തരൂർ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് ഒരു സുപ്രധാന വിവരം പങ്കുവച്ചിരുന്നു. കോൺഗ്രസ് പാർട്ടിയെ പിളർത്തി മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് താൻ രൂപം നൽകും എന്ന സൂചനയായിരുന്നു അത്. BJPയിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും താല്പര്യമില്ല. പകരം ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം നൽകി NDA പാതയിലേക്ക് തിരിയാനാണ് ശശി തരൂർ ഇപ്പോൾ കോപ്പ് കൂട്ടുന്നത്. അതെ, അത് നമുക്കത് ലോജിക്കലി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം അദ്ദേഹത്തിനെ പോലെ ഒരു വ്യക്തി ഒരിക്കലും BJPയിലോട്ട് നേരിട്ട് പോകില്ല. അദ്ദേഹത്തിനെ പുറത്താക്കണം എന്നുള്ള തന്ത്രം അതുകൊണ്ട് അതിലോട്ട് വരാം നമുക്ക്. അദ്ദേഹം അതിന് എന്തൊക്കെയാണ് അതിനുള്ള കളികൾ അദ്ദേഹത്തിനെ പുറത്താക്കാൻ അത് എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഇത് കോൺഗ്രസ് എന്ന സംഘടനാ തലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും കേരളത്തിൽ.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം മാത്രമേ ഉള്ളൂ, 1 വർഷം തികച്ചില്ല. അതിനിടയ്ക്കാണ് ശശി തരൂർ കൊടുങ്കാറ്റ് ആഞ്ഞു വീശാൻ ഒരുങ്ങുന്നത്. ശശി തരൂർ ഒരു പുതിയ പാർട്ടിക്ക് രൂപം നൽകി NDAയുടെ ഭാഗമാകുന്നതോടെ ശക്തമായ ചില രാഷ്ട്രീയ ചലനങ്ങൾ കേരളത്തിലുണ്ടാകും. ഏറ്റവും ഒടുവിൽ ശശി തരൂരിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്ന ചില പ്രതികരണങ്ങൾ തന്നെയാണ് ഇത്തരം നീക്കങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നത്. ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധി മാനവിക വിരുദ്ധർ എന്ന് ശശി തരൂർ തുറന്നടിച്ചു. വ്യക്തിപ്രഭാവമുള്ള നേതാവ് മോദി തന്നെ കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്ന് ശശി തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒരു വശത്ത് കോൺഗ്രസിലെ വിമർശനങ്ങൾക്കും താക്കീതുകൾക്കും ഒക്കെ പുല്ലുവിലയാണ് ശശി തരൂർ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊരൊറ്റ കാരണം മാത്രം, ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും ഒരുമിച്ച് തന്നെയാണ് കരുക്കൾ നീക്കുന്നത്. അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ആ ചാണക്യ ബുദ്ധിക്ക് പിന്നിൽ അമിത്ഷായുടെ നീക്കങ്ങളും ഉണ്ട്. തക്ക സമയത്ത് ശശി തരൂർ ഉയർന്ന് പ്രവർത്തിക്കുമെന്നും കൃത്യമായി BJP നേതൃത്വത്തിന് അറിയാം. അതായത് എപ്പോഴാണോ ആ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത് ചെയ്യുമെന്നുള്ള കാര്യം അറിയാം, BJPക്ക് അറിയാം. ഇപ്പൊ അവര് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചു ശശി തരൂർ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു നീക്കമൊന്നും ഉണ്ടായില്ല, ഒന്നും അറിയിപ്പൊന്നും ഉണ്ടായില്ല എന്നാണ്. അതിപ്പോ അങ്ങനെ പറയുള്ളൂ, രഹസ്യമായ നീക്കമല്ലേ. അതെ. ഏറ്റവും ഒടുവിൽ വീണ്ടും പ്രധാനമന്ത്രി മോദിയെ പ്രകീർത്തിക്കുന്ന ശശി തരൂരിനെയാണ് കേരളം കാണുന്നത്. മോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണ്. കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറി. അതുകൊണ്ട് ഈ കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയം എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് രാജ്യവിരുദ്ധമായ ചില അഭിപ്രായങ്ങൾ കൂടെ കോൺഗ്രസ് പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട്, പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട്. വ്യക്തിപ്രഭാവമുള്ള നേതാവിന്റെ നേതൃത്വത്തിലും കേന്ദ്രീകൃത ഭരണത്തിലുമാണ് ഈ ദേശീയത സാധ്യമായതെന്ന് ശശി തരൂർ പറയുമ്പോൾ അത് രാഹുൽ ഗാന്ധിക്കുള്ള കൃത്യമായ അടി അല്ലെങ്കിൽ മുന്നറിയിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തിന് വ്യക്തിപ്രഭാവമില്ല എന്നും അതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഇങ്ങനെ ഒരു ഒരു സംഘടിത നേതൃത്വം ആവാൻ പറ്റാത്ത ഒരു സംഘടിത പാർട്ടി ആവാൻ പറ്റാത്തത് കൊണ്ട് എന്നും അതിനർത്ഥമുണ്ട്. അപ്പോ താൻ അതിന് കെൽപ്പുള്ളവനാണെന്നും അതിനർത്ഥമുണ്ട്. പക്ഷെ തന്നെ വേണ്ട വിധം ഉപയോഗിക്കുന്നില്ല. ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബൽ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ശശി തരൂർ ചിലതൊക്കെ തുറന്നടിച്ചത്. ദേശീയ തലത്തിൽ വലിയ വാർത്തയാകട്ടെ എന്ന് കരുതിക്കൂട്ടി തന്നെയാണ് ശശി തരൂർ ഇതൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞത്. ശശി തരൂരിന് ഉടൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നാണ് കോൺഗ്രസിൽ നിന്നും പുറത്തു വരുന്ന സൂചനകൾ. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിന് ചേർന്ന തരത്തിലല്ല ശശി തരൂർ മോദി സ്തുതികൾ അതെ പുറത്തേക്ക് വിടുന്നതെന്ന് കോൺഗ്രസ് വിമർശിക്കുന്നു. എല്ലാ തലങ്ങളിലും ശരിയാണ്. ഒരു പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അദ്ദേഹം കോൺഗ്രസിലെ AICCയിലെ അല്ല, ഇത് പറഞ്ഞു പോകുന്നതാണ് ചേട്ടാ. അദ്ദേഹത്തിനെ പോലെ ഒരു നേതാവിനെ അത്രയും വിദ്യാസമ്പന്നനായിട്ടുള്ള വിശ്വപൗരൻ എന്ന് പറയപ്പെടുന്ന ഒരു അതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ ഇത്രയും കഴിവുള്ള ഒരാളിനെ രാഷ്ട്രീയത്തിന് വേണ്ട. അത് BJPയിലായാലും വേണ്ട. ചിലപ്പോൾ BJPയിൽ ചിലപ്പോൾ ഉൾക്കൊള്ളുമായിരിക്കും, പക്ഷെ കോൺഗ്രസിൽ വേണ്ട. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് വേറൊന്നാണ്, അത് വേറൊരു വിഷയമാണ്. ഞാൻ പറയാം, എല്ലാ തലങ്ങളിലും അച്ചടക്ക ലംഘനമാണ് ശശി തരൂർ നടത്തിയിരിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ വാദം. അതുകൊണ്ട് തന്നെ സംഘടനാ തലത്തിൽ കടുത്ത നടപടികൾ തരൂരിനെതിരെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് സൂചന നൽകുമ്പോൾ അത് തന്നെയാണ് ശശി തരൂർ പ്രതീക്ഷിക്കുന്നത് എന്ന മട്ടിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും വരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളെ സർവേയെ പറ്റിയൊക്കെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറെ ആരെങ്കിലും ആയിരുന്നു എപ്പോ അച്ചടക്ക നടപടി പിണറായി വിജയനെതിരെ ഒരു അക്ഷരം വേണ്ടിയേ തീർന്നു. അതെ. അപ്പോൾ അടിയന്തരാവസ്ഥയെ വിമർശിച്ചിട്ടുള്ള ലേഖനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ശശി തരൂർ നടത്തുന്ന മോദി പരാമർശം. അതായത് അടിയന്തരാവസ്ഥയെ വിമർശിക്കാൻ ഒരു കോൺഗ്രസ്സുകാരനും ധൈര്യം കാണിച്ചിട്ടില്ല നിലവിൽ ഇപ്പോൾ ഉള്ള. കാരണം എല്ലാ വർഷവും അടിയന്തരാവസ്ഥയുടെ വാർഷികം വരുമ്പോൾ കോൺഗ്രസ് വിഷയം തിരിച്ചുവിടാൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും. ഇപ്പൊ ഈ മറ്റേ ഭരണഘടനയിലെ സെക്യുലറിസവും സോഷ്യലിസവും പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കോൺഗ്രസിന്റെ വൻ പരാജയമാണ്. ഈ സഞ്ജീവ് ഗാന്ധിയൊക്കെ കാണിച്ചത് തെണ്ടിത്തരം ലോകമാണ്. ഇത്രയും ലോകത്ത് ആരും കാണിക്കത്തില്ല. ഈ പുരുഷന്മാരെ പയ്യന്മാരൊക്കെ വിളിച്ച് വന്ധീകരണം ചെയ്യും. ഈ ലോകത്ത് ആരംഗീകരിക്കുന്നത്? നിർബന്ധിത വന്ധീകരണം. അപ്പോ എന്തായാലും ആ ഒരു കേരളത്തിൽ ഒരു ചുക്കും സംഭവിച്ചില്ല. സൗത്ത് ഇന്ത്യയിൽ വന്നിട്ടില്ല, അത് തെക്കേ ഇന്ത്യയിൽ വന്നിട്ടില്ല. ശശി തരൂർ തൊടുത്തത് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടന്ന ക്രൂരതകൾ. ഈ ശശി തരൂർ തൊടുത്തുവിട്ട ഒരു അസ്ത്രം എന്ന് പറയുന്നത് നല്ലപോലെ കോൺഗ്രസിന് കൊണ്ടിട്ടുണ്ട്. കാരണം ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടന്ന ക്രൂരതകൾ ലേഖനത്തിൽ എണ്ണി വിശദീകരിച്ചിട്ടുണ്ട്. ഇത് എന്തായാലും ഒരു കോൺഗ്രസ്സുകാരന് വായിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരന് വേദനിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പറയുന്നത് ഒരു കോൺഗ്രസ്സുകാരനും കൂടെയാണ്. പല വിവാദങ്ങൾ ഉണ്ടായിട്ടും തരൂരിനെതിരെ പാർട്ടി നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. 4ാം വട്ടം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച ശശി തരൂർ കോൺഗ്രസിൽ നിർണായക സ്ഥാനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പാർലമെന്റിൽ ഉപനേതാവായി പരിഗണിക്കപ്പെടുമെന്ന് തരൂർ കരുതി.
എന്നാൽ കോൺഗ്രസ് പൂർണ്ണമായി തരൂരിനെ വെട്ടി ദൂരെ എറിഞ്ഞു. അതിന് പിന്നിൽ KC വേണുഗോപാലിന്റെ ഇഷ്ടക്കേടായിരുന്നു മുഖ്യം. അതിനൊപ്പം ശശി തരൂരിനെ ഒതുക്കാനുള്ള തന്ത്രങ്ങളുടെ ഒപ്പം രാഹുൽ ഗാന്ധി കൂടെ കൂട്ടുനിന്നതോടെ തരൂരിനുള്ള പക ഇരട്ടിച്ചു. കേരളത്തിൽ സജീവമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്ന് തരൂർ ആഗ്രഹിച്ചു. എന്നാൽ ഈ തരൂരിന്റെ സ്വപ്നവും പൊളിച്ചെറിഞ്ഞത് KC വേണുഗോപാൽ തന്നെ. വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നത് അലങ്കാര പദവി മാത്രമായി തരൂരിന്, മറ്റു ചുമതലകളൊന്നും അദ്ദേഹത്തിന് നൽകിയില്ല. യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയെങ്കിലും തനിക്ക് നൽകണമെന്ന് തരൂർ പ്രവർത്തക സമിതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ അതും പരിഗണിക്കപ്പെട്ടില്ല. നിരന്തരം അവഗണിക്കപ്പെടുന്ന ദേശീയ നേതൃത്വത്തിനെതിരെ തരൂരിന്റെ ഒളിയമ്പുകൾ പിന്നീട് നമ്മൾ കണ്ടു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള പരസ്യമായ നരേന്ദ്രമോദി സ്തുതിയും മറ്റ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ പ്രകീർത്തിച്ചിട്ടുള്ള പിന്നീട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി മോദി അയച്ച പ്രത്യേക സംഘത്തിൽ തരൂർ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറി. വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം നടത്തിയ അത്യുജ്വല പ്രസംഗങ്ങൾ കേന്ദ്ര സർക്കാരിനും മോദിക്കും ഒക്കെ മുതൽക്കൂട്ടായി മാറി. അതെ, നേരത്തെ നരേന്ദ്രമോദിക്കും സർക്കാരിനുമെതിരെ പാർലമെന്റിൽ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയിരുന്ന ശശി തരൂർ പിന്നീട് പക്കാ മോദി ഭക്തനായി മാറി. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ അരനൂറ്റാണ്ട് പിന്നിടുന്ന വേളയിൽ BJP വലിയ രാഷ്ട്രീയ ആയുധമായി അടിയന്തരാവസ്ഥ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി തരൂരിന്റെ പിന്നിൽ നിന്നുള്ള കുത്ത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത് കേരളം മാത്രം മുന്നിൽ കണ്ടല്ല, ഉറപ്പാണല്ലോ അദ്ദേഹത്തിനെ പോലൊരു വ്യക്തി. അഖിലേന്ത്യാ തലത്തിലുള്ള രാഷ്ട്രീയ സംഘടനയ്ക്കാവും തരൂർ രൂപം കൊടുക്കുക. ഈ രാഷ്ട്രീയ സംഘടന പിന്നീട് NDAയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂരിനെ NDA ഉയർത്തിക്കാട്ടുകയും ചെയ്യും. ആഭ്യന്തരമന്ത്രിയായി രാജീവ് ചന്ദ്രശേഖറും. അതാണ് ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ തന്ത്രം. വ്യക്തമായ കണക്കൂട്ടലിലൂടെ അമിത്ഷായും രാജീവ് ചന്ദ്രശേഖരനും കരുക്കൾ നീക്കുന്നു. അവർക്കൊപ്പം ശശി തരൂരിന്റെ നീക്കങ്ങളുമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും പുതിയ സൂചനകൾ. അതായത് ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, ശശി തരൂർ അതിലൊരു സ്വതന്ത്ര BJP സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇവർ മൂന്നുപേരും നമ്മൾ ഇന്നലെ കൂടെ സംസാരിച്ചോളൂ. ശോഭാ സുരേന്ദ്രന് കായംകുളം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ. അതെ, അപ്പൊ അതുകൊണ്ട് പിന്നെ വട്ടിയൂർക്കാവ് നിയമം നിയമത്തൊക്കെ ഭയങ്കര പ്രതീക്ഷയാണ്. അതെ, അപ്പൊ രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും അവിടെ ഈ രണ്ട് സ്ഥലങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് സീറ്റ് ഓരോന്ന് വീതിച്ചെടുത്താൽ മതി, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പൊ എന്തായാലും സമാനതകളില്ലാത്ത സമരരംഗത്തേക്ക് ഇതാ BJP കടക്കാൻ പോവുകയാണ്. വാർഡ് തലം മുതൽ ഏകോപിതത്തോടെ പ്രവർത്തകരെ ക്രോഡീകരിക്കാൻ ഇതിനകം സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞു. സമരരംഗത്ത് ഉജ്ജ്വല പോരാളിയായി ശോഭാ സുരേന്ദ്രൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദിച്ചുയർന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തിനേറെ ABVP പോലും ഇപ്പോൾ സമര രംഗങ്ങളിൽ സജീവമാണ്. ഈ നവ ഊർജം ഉൾക്കൊണ്ട് BJP NDA എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ കേരളത്തിൽ കൂടുതൽ ശക്തമാകാനുള്ള കരുക്കൾ നീക്കുന്നു. അമിത്ഷായുടെ ഈ വരവ് ഇവരുടെ നീക്കത്തിന് ആക്കം കൂട്ടാൻ വേണ്ടിയാണ് എന്നാണ് പുതിയ വാർത്ത.